ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിപ്പോൾ നീറ്റ് കഴിഞ്ഞ് നമുക്കൊരു എന്താ പറയുക, നമ്മൾ മാർക്ക് നമ്മൾ വിചാരിച്ച പോലെ അത്ര അടിപൊളിയല്ല. നമുക്ക് കേരളത്തിൽ എന്താ ഗവൺമെൻറ്റിലും കിട്ടാൻ ചാൻസ് ഇല്ല, ഓൾ ഇന്ത്യയിൽ ഗവൺമെൻറ് കിട്ടാൻ ചാൻസ് ഇല്ല, കേരളത്തിൽ സെൽഫിലും കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഓപ്ഷനാണ് ഓൾ ഇന്ത്യയിൽ മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ ചില ഡീംഡ് മെഡിക്കൽ കോളേജസ്. അപ്പം ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡീംഡ് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര ഫീ കൊടുത്താണ് പഠിക്കുന്നതെങ്കിലും മിക്ക കോളേജസും അടിപൊളിയാണ്. അവിടെ പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കുറേ കേസ് കിട്ടും, കേസിന് ഭയങ്കര എക്സ്പോഷർ ഉണ്ടാവും, കുറേ കാര്യങ്ങൾ നമ്മൾ കാണും. എല്ലാ ഡീംഡ് കോളേജസും മിക്കതും നല്ല അടിപൊളിയായിട്ടുള്ള കോളേജസ് ആണ്. പക്ഷെ നമ്മൾക്ക് അത്ര ഇതിനായിട്ട് എത്ര ക്യാഷ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇച്ചിരി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ട് എന്നാലും കുറച്ച് അടിപൊളിയായിട്ടുള്ള മെഡിക്കൽ കോളേജസ് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ഇതിനകത്ത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാലും അടിപൊളിയായിട്ടുള്ള കുറേ കോളേജസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പോകാൻ നോക്കുന്നത് മിക്കവാറും നമ്മളെല്ലാവരും തമിഴ്നാടുമായിരിക്കും. തൊട്ടടുത്ത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ പറയുന്ന കോളേജസ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റിലല്ല, വേറെ വേറെ സ്റ്റേറ്റിലാണ്. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ വേറെ സ്റ്റേറ്റിൽ പോയി പഠിക്കുന്നത് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ആൻഡ് ഞാൻ പറയാൻ പോകുന്ന കട്ട് ഓഫ് ഒക്കെ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് ആണ്. അപ്പോൾ അതിന്ന് ഒരു പ്രോബബ്ലി ഒരു 150 ഒക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും, ഒരു 50 to 150 കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഫീലും ചെറിയ ചേഞ്ച് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഇതൊന്നും വലിയ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് കോളേജസിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെയാണ് തമിഴ്നാടുവിൽ അരുണൈ മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടുത്തെ കട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് വരുന്നത് 323 ആയിരുന്നു ലാസ്റ്റ് ഇയർ. ആൻഡ് അവിടുത്തെ ഫീ വരുന്നത് 13 lakh ആണ്. അപ്പം ഇപ്പം നിങ്ങൾ ഓർക്കും ഇത്ര എക്സ്പെൻസീവ് ആണല്ലോ, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പല ഡീംഡ് കോളേജസ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് 18-19 lakh ഒക്കെ വരും. എന്നാലും അടിപൊളിയായിരിക്കും. ബട്ട് സ്റ്റിൽ അത്ര പറ്റാത്തവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് PSG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അവിടുത്തെ കട്ട് ഓഫ് ആണ് 450 അല്ലെങ്കിൽ 450+. അവിടുത്തെ ഫീ ആണ് 13,50,000 പെർ ഇയർ. അടുത്തതായിട്ട് നമ്മുടെ നിയറസ്റ്റ് അല്ലെങ്കിൽ നെയ്ബറിങ് സ്റ്റേറ്റ് കർണാടകനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു റിനൗൺ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കെംപെഗൌഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പോൾ അവിടെ കട്ട് ഓഫ് ഇച്ചിരി ഹൈ ആയിട്ടാണ് വരുന്നത്. 590 ആയിരുന്നു ലാസ്റ്റ് ഇയർ. പറഞ്ഞ പോലെ നിങ്ങൾ കട്ട് ഓഫ് താഴ്ത്തി ഈ വർഷത്തെ ഒരു 150 മൈനസ് ചെയ്ത് കാണാം. അപ്പോൾ അവിടുത്തെ ഫീ ആണ് 10,92,852 പെർ ഇയർ ആണ്. അടുത്തത് MBJ മെഡിക്കൽ കോളേജ്. അവിടുത്തെ കട്ട് ഓഫ് ആണ് ലാസ്റ്റ് ഇയർ 545. അവിടുത്തെ ഫീ ആണ് 10,92,852. ഇനി അടുത്താണ് BR അംബേദ്കർ മെഡിക്കൽ കോളേജ്. അത് 575 ആണ് കട്ട് ഓഫ്. അവിടുത്തെ ഫീ വരുന്നത് 10,92,852. അടുത്തത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പറയാൻ പോകുന്നത്. അതാണ് ഛത്തീസ്ഗഡ്. ഞാൻ പറഞ്ഞല്ലോ, ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പം അവിടെ ശ്രീ ബാലാജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കട്ട് ഓഫ് കുറവാണ് വരുന്നത്. മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് 530. ഫീയും നല്ല കുറവായിട്ടാണ് വരുന്നത്, 7,50,187 പെർ ഇയർ. അടുത്താണ് റായ്പൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. 460+ ആണ് ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ്. ഫീ നല്ല കുറച്ചാണ്, 7,45,187. അടുത്തതാണ് ശ്രീ ശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവിടുത്തെ കട്ട് ഓഫ് വരുന്നത് നല്ല കുറവാണ്, 460. ഫീ വരുന്നത് 7,99,187 ആണ്. ഇനി അടുത്തത് നമുക്ക് ആന്ധ്രാപ്രദേശിലോട്ട് കടക്കാം. അടുത്ത പിന്നവനേനി സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് ആണ്. അവിടെ മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് വരുന്നത് 498 ആണ് കട്ട് ഓഫ്. ഫീ 13,20,000. അടുത്ത കത്തൂരി മെഡിക്കൽ കോളേജ്. ഇതും ആന്ധ്രയിലാണ് വരുന്നത്. 480 ആണ് കട്ട് ഓഫ് വരുന്നത്. ഫീ വരുന്നത് 13,20,000 ആണ്. അടുത്തതാണ് മഹാരാജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഇതും വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. കട്ട് ഓഫ് 480 ആണ്, കുറവാണ്. ഫീ 13,20,000 ആണ്. ഇനി പറയാൻ പോകുന്ന തെലങ്കാനയിലെ മെഡിക്കൽ കോളേജാണ്. ആദ്യം സുരഭി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കട്ട് ഓഫ് 345 ആണ്. ഫീ വരുന്നത് 11,55,000 പെർ ഇയർ ആണ്. പിന്നെ അടുത്തത് മമത അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ്. ഇതും തെലങ്കാനയിലാണ്. 455 ആണ് അവിടെ കട്ട് ഓഫ് വരുന്നത്. ഫീ വരുന്നത് 11,55,000 ആണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന അപ്പോളോ മെഡിക്കൽ കോളേജ്. ഇത് ഹൈദരാബാദിലാണ്. കട്ട് ഓഫ് വരുന്നത് 510 ആണ്.
ഫീ വരുന്നത് 11,55,000 ആണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ച് കോളേജസ്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫീ ബാക്കി ഡീംഡ് കോളേജസിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇതൊക്കെ മാനേജ്മെന്റ് കോട്ടയിലെ ഫീനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ഓൾ ഇന്ത്യയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം ഇതിനേക്കാളൊക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കോട്ടയിൽ കയറാം. അപ്പോൾ ഫീ എന്തായാലും ഇതിനേക്കാളും ഡിക്രീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ബൈ.